നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് ബോളിവുഡിൽ നിന്ന് മറ്റൊരു എന്താ പറയുക ഒരു ബ്രെയിൻ റോട്ട് ഫിലിം, അങ്ങനെയാണ് ഇപ്പോൾ ഈ ജോണറുകളെ പറയുന്നത് അല്ലേ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ പറയും ഈ ജോണറുകളെ. എൻ്റെ തമിഴിൽ ഒരു രസമുണ്ട്. അതെ, ആ രസമാണ് പടം. വേറെ പടമല്ല. ഹൗസ്ഫുൾ 5, ഹൗസ്ഫുള്ളിൻ്റെ 5ാം ഭാഗം. ഞാനിതിൻ്റെ ഒരു ഭാഗം, എനിക്കൊന്ന് 4th പാർട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട, ഞങ്ങളുടെ ഫ്രണ്ട്സെല്ലാം അവിടെ ഒരു ഫണ്ടായിരുന്നു. ഫസ്റ്റ് എന്തോ പണ്ട് കണ്ടു, ഫസ്റ്റ് സെക്കൻഡ് എന്തോ അല്ല. അത് ആക്ച്വലി നമ്മൾ വേറെ അധികം ചിന്തിക്കാതെ ചുമ്മാ പോയിരിക്കുകയാണെങ്കിൽ ഈ ഒരു പോപ്കോൺ പടങ്ങളുണ്ടല്ലോ അവിടുത്തെ, എനിക്ക് തോന്നുന്നു ഈ സീരീസ് ഭയങ്കര ഹിറ്റാണ്. ഈ ഹൗസ്ഫുൾ 4 ഒക്കെ തന്നെ ഭയങ്കര വലിയ കളക്ഷൻ. ഇതിൻ്റെ ഒരെണ്ണത്തിനകത്താണ് ഈ ബോയിങ്ങിൻ്റെ റീമേക്ക് ചെയ്ത. അതെനിക്ക് അത് മറ്റേ പടമല്ലേ, ഗരം മസാല. ഗരം മസാല ചേട്ടാ. ഇതും ഓൾറെഡി ഈ ഹൗസ്ഫുൾ എന്ന് പറയുന്നത് തന്നെ ഓരോത്തിലും ഓരോ പടങ്ങളുടെ ഛായകാച്ചലുണ്ട്, അങ്ങനെയാണത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെയിലർ കണ്ടുനോക്കാം. ട്രെയിലർ തന്നെ 3 മിനിറ്റ് 53 സെക്കൻഡ് ഉണ്ട്. എൻ്റെ പൊന്നോ, ലെങ്തി ട്രെയിലർ കേട്ടപ്പോൾ തന്നെ ഉറക്കം വരും. അതെ അതെ, ഉറങ്ങല്ലേ. 69 बिलियन पाउंड्स के मालिक रंजीत डोबरियाल ने अपने 100th बर्थडे पर पानी के यॉट को पार्टी का स्पॉट बना दिया. ഫുള്ള് പടം ഇതാണ്. वो अपनी डील अनाउंस कर सके. ഓ ഇതല്ലേ मेरी संसार का श्रीलंका मेरी अपनी औरत है जिसका नाम है चोले. सलाम वालेकुम. हम जलाबुद्दीन उर्फ जॉली. മൾട്ടിപ്പിൾ ജോളീസ്. मैं हूँ जलभूषण, तो तुम भी जॉली हो. ये ही जॉली है. और जॉली लगता है बाहर जॉली को टक पलट गया. അക്കി. My name is Julius. I am the real Jolly. और ये दोनों नकली है. ये क्या? पापा रंजीत के असली बेटे होते ना तो ए नहीं करते, ऐसा करते. कल रात ड्रिंक्स में किसी ने कुछ मिलाया था, मानो तुम? बंद करो के बाद डॉक्टर खेलते हैं. वो नर्स है, साले इंजेक्शन लगाया था उसको. मेरी बीवी तेरी गर्लफ्रेंड है, और मेरी बीवी तेरी गर्लफ्रेंड है, और मेरी बीवी सबकी. तुम जे प्राइम सस्पेक्ट्स हो. तुम सब शिप की जेल में रहोगे. ഓ മറ്റേ നൈസ് ഔട്ട് വരാൻ തോന്നുന്നു. इस शिप में जेल भी है. अरे अभी तो इस शिप में गोल्फ क्लब, 2 कब्रिस्तान और आगे टोल नाका भी आने वाला है. ടോൾ ബൂത്ത് ഉണ്ട്. आए थे वो तीन अपने बाप से मिलने. अब इनसे मिलने इनके बाप आएंगे. ഇതിന് ബലം പിടിച്ചെന്ന് डयलॉग ഉള്ളതാണല്ലേ. अब मजा आएगा. तुम तीनों में से बॉर्डर किसने किया? मैंने कुछ नहीं किया. बॉडी के साथ क्या किया? बॉडी को सवाल उनसे किया है ना, तो आप क्यों जवाब दे रहे हैं बीच में? ഓ ഇവരെ ചന്ദമാമേലെ വരെ സീനാണോ? हाथ भी रखा है. മലയാളം പടം ഒരുപാട് കാണുന്നുണ്ട് അല്ലേ? जवाब दे रहे हैं? इनको मैंने रखा है. അല്ല പക്ഷെ അത് അതിനു മുമ്പും ആ ഉണ്ടോ, അത് ഓൾറെഡി ഇംഗ്ലീഷ് പടത്തിൻ്റെ അടുത്താണ്. 69 बिलियन पाउंड्स का एम्पायर और 14 लोग. खून तो ഏയ് ഞാനപ്പെട്ട ഇത് മരിച്ചു പോയില്ലേ? ഞാനപ്പെട്ടേ ആ ഇത് സംഭവമൊന്നും വരുന്നില്ല. പാടാണ് പൃഥ്വിരാജ്. അണ്ണാ बड़े मुर्दे मत उखाड़ो प्लीज. छोटी बच्ची है क्या? കില്ലർ കോമഡി. ഓ അത് തന്നെ സംഭവം അത്രേ ഉള്ളൂ.
അല്ല ഈ സ്ലാപ്സ്റ്റിക്ക് വർക്ക് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ഇത്രയും ലൗഡ് സ്ലാപ്സ്റ്റിക്ക്. അത് പക്ഷേ അത് അവർ ഈ സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയുടെ എല്ലാ പടങ്ങളും ഇതേ മൂഡിലാണ്, മനസ്സിലായി. ആ മീറ്ററിൽ നിന്ന് അവർ താഴോട്ടൊന്നും പോകുന്നില്ല, അവരത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഈ മീറ്റർ എനിക്കൊന്ന് ഇനിയിപ്പോൾ കുറച്ചുകൂടി യങ് ആളുകൾ പിടിച്ച്, ഇതിപ്പം എല്ലാവരും കുറച്ച് ഏജ് ആയല്ലോ, അപ്പോൾ ഇനി ഇവർക്ക് ഈ മീറ്റർ പിടിക്കാൻ അക്ഷയ് കുമാർ പക്ഷേ ഇപ്പോഴും ആ മീറ്റർ പിടിച്ചിട്ട് ഏകദേശം കേട്ടുന്നുണ്ടോ? അല്ല, അത് അക്ഷയ് കുമാറിൻ്റെ മീറ്റർ അതാ പുള്ളിയുടെ കറക്റ്റ് മീറ്റർ. എനിക്കൊരു മീറ്ററേ ഉള്ള. അല്ല പക്ഷേ പുള്ളി വലിയ കുഴപ്പമില്ല. പക്ഷേ ആ പുള്ളിയുടെ ഹൃദേശ് ദേശ്മുഖൊക്കെ പണ്ട് ഭയങ്കര രസമാണ്. പക്ഷേ എനിക്ക് അത്ര അപ്ന സപ്ന മണി 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 എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഓർമ്മ വേണ്ട. അങ്ങനത്തെ സ്ഥിരം സ്ത്രീവേഷം കെട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം ആ മീറ്ററിൽ എന്തോ ആയിരുന്നു. ഇത് ഹൗസ്ഫുള്ളിൻ്റെ ആരാധകർക്കുള്ള മീൻസ് ആ ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട്. ഡയറക്ടർ തരുൺ അതല്ലേ? ഞാൻ കണ്ടിട്ടില്ല പുള്ളിയുടെ. എനിക്കറിയത്തില്ല. ഞാൻ ഈ ഹൗസ്ഫുള്ളിൻ്റെ ആകെ കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു 4th പാർട്ടും കണ്ടത്. അത് തിയേറ്ററിൽ പോയി കണ്ടതാണ്. അത് ഇതുപോലെ ഇവർ 3 പേരെന്തുണ്ട്, അതിലും അക്ഷയ് കുമാറുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ചുമ്മാ ഇപ്പോൾ എന്തോ ഫണ്ണായിട്ട് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട്, നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി വെറുതെ ഒരു പടം കാണാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഹൗസ്ഫുൾ 4 കാണാൻ കയറി. ഏത് പടം എന്ത് പടം ഒന്നും അറിയത്തില്ല, വെറുതെ കയറി ഞാൻ കാണും. അല്ല, കുറച്ചു നേരം കഴിയുമ്പോൾ എന്തുകൊണ്ട് ഇവന്മാർ കാണിക്കാൻ എന്ന് ചോദിക്കും. ഞാൻ കുറെ തമാശയൊക്കെ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ റെഫറൻസ് ഇല്ലേ എന്നൊക്കെ വെച്ച്, അത് ഏതോ ഒരു പാർട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അതാന്ന് തോന്നുന്നു ഞാൻ കണ്ട പടം 2 or 3 എന്തോ. എനിക്ക് ഓർമ്മയില്ല. ഒരു ഹൗസ്ഫുള്ളിനകത്താണ് മറ്റേ ഇവർ ദിവ്യ പദമൊക്കെ ഉള്ളത്, മറ്റേ അപ്പൻ രാത്രി കണ്ണ് കാണാതെ അന്തിക്കുട്ടൻ, കാക്കക്കുയിലിന്റെ ഒക്കെ ആ സാധനം. അത് കാക്കക്കുയിലെ മറ്റേ പടം ഗോൽമാൽ. അല്ലല്ല, ആ എലമെന്റ്സ് ഒക്കെ ഇല്ല, അതുപോലെ എലമെന്റ്സ് ആണ് ഈ പടങ്ങൾ മൊത്തം. പടം അതല്ല, ഈ പറയുന്ന പോലെ ഒരു പടത്തിൽ കുറെ പടത്തിന്റെ എലമെന്റ്സ് ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ. ഇപ്പം ഇത് കണ്ടിട്ട് ഇതിനകത്തൊരു മർഡർ നടക്കുന്നു. ഇതിൽ പ്രൈം സസ്പെക്ട്സ് ആണ് ഇവർ. ഇത് ആക്ച്വലി നൈസ് ഔട്ടിന്റെ കോമഡി വേർഷൻ. അത് നൈസ് ഔട്ട് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ആ ജോണറിൽ കുറച്ച് പടങ്ങളുണ്ട്. അപ്പോൾ ആ സിനിമകൾ അതിൽ നൈസ് ഔട്ടിൻ്റെ എനിക്ക് തോന്നുന്നു നൈസ് ഔട്ട് തന്നെയാണ് തോന്നുന്നത്. അതിലൊരു പാർട്ട് നടക്കുന്നത് ഇതുപോലൊരു അത് തന്നെ, അത് മറ്റേ അഗത ക്രിസ്ത്യൻ. അപ്പൊ അത് ഇത് കപ്പലില്ല അങ്ങനെ തന്നെ അത് തന്നെ. പക്ഷെ അതിൻ്റെ കോമഡി, ക്രൈം കോമഡി ലൈനിലൊരു ക്രൈം കോമഡി എന്ന് പറയാൻ പറ്റില്ല, കോമഡി. കമാൻഡ് ഹൗസ് എന്താ അന്വേഷിക്കപ്പെടുന്ന. അതെ, അതില് സഞ്ജയ് ദത്തും നമ്മുടെ അങ്ങനെ നോക്കട്ടെ. ഇത് എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇതത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇതിന്റെ പ്രത്യേകത ഇത് നമുക്ക് എവിടെ നിന്നും കാണാം. നമ്മളിപ്പോൾ ഇടയ്ക്ക് ഒരു സീൻ മിസ്സായി പോയി, അയ്യോ സീൻ മിസ്സായി പോയെന്നുള്ള വിഷമമൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും കണ്ടാൽ മതി എന്നുള്ള വൈബിലുള്ള പടങ്ങളാണ്. അങ്ങനെ ഉള്ളൊരു ഓഡിയൻസിന് വേണ്ടിയുള്ള പടമാണ് ഇതൊക്കെ. വിദേശത്തും ഇങ്ങനത്തെ പടങ്ങൾ എടുക്കും, പക്ഷെ അതൊക്കെ ഡയറക്റ്റ് ടു TV ആ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇവിടെ നേരെ തിരിച്ച് ഇതൊക്കെ ഹൈ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്തിട്ട് തിയേറ്റർ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫ്രാഞ്ചൈസി ഭയങ്കര അധികം പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഫ്രാഞ്ചൈസി. ഈ ഹൗസ് 4 തന്നെ വളരെ കളക്ഷൻ നേടിയ പടമാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം മേ ബി ഇത്രയും പൈസ മുടങ്ങിയ ഒരു പടം. ഇതുപോലെ വെൽക്കം സീരീസും ഉണ്ട്. ഉണ്ട് ഏകദേശം സിമിലർ. അതും ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് പടം ഭയങ്കര ഹിറ്റായി കഴിഞ്ഞ് രണ്ടാമതൊന്നും അത്ര ഭയങ്കര ഇതല്ല. പക്ഷേ തേർഡിന്റെ ട്രെയിലർ ഞാൻ കണ്ടു, പടം കണ്ടില്ല, ട്രെയിലർ ഞാൻ കണ്ടു ഓർക്കുന്നുള്ളൂ. അത് ഒരു ഭയങ്കര സ്കെയിലാണ് ഇവർ ചെയ്യുന്നതൊക്കെ. അല്ല, ഫസ്റ്റ് പടം കൊള്ളാം. കാര്യം അതിൻ്റെ മീറ്റർ ഈ മീറ്ററാണല്ലോ ഇത് ഇറങ്ങുന്ന ടൈമിൽ നമ്മളത് കുറച്ചുകൂടെ ആസ്വദിക്കുന്ന ടൈപ്പ് ഓഫ് പടങ്ങളാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കുറച്ച് മാറി. കാരണം അത് ഒന്നുകിൽ അത് ഭയങ്കര നല്ല രസകരമായിട്ട് ചെയ്യണം, ഇത് കുറച്ച് ഓവറായിട്ട് നമുക്ക് ഓവർ ദ ടോപ്പായിട്ട് നമുക്കിത് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സെറ്റിംഗ് ആയിരിക്കും. പിന്നെ ഹിന്ദിയിൽ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ ഭയങ്കര സ്റ്റേജ്ഡ് ആൻഡ് അതൊരു തമാശയാണെങ്കിലും അത് ചിലപ്പോൾ നാച്ചുറലായിട്ട് ഒരു പറഞ്ഞ വർക്കാവുണ്ട്. ഇത് ഭയങ്കര സ്റ്റേജ്ഡ് ആണ്. ഒരു ചോദ്യം ചോദിക്കുന്നു, അതിൻ്റെ അങ്ങനെ എന്തോ എടുക്കുന്നതിൻ്റെ ഒക്കെ ഭയങ്കര നമുക്ക് ഒട്ടും വർക്ക്. അതായത് സ്റ്റുഡിയോ പടങ്ങൾ. സ്റ്റുഡിയോ പടങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റുഡിയോ പടം ലൈനിലായിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ ഒരു ടെംപ്ലേറ്റ്. അതായത് ഇപ്പോൾ ഈ നമ്മൾ നമ്മുടെ രോമാഞ്ചത്തിൻ്റെ ഇത് കണ്ടപ്പോഴും ഇത് വേറൊരു ഡയറക്ടറുടെ പടമാണല്ലോ എന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള അങ്ങനെ തോന്നുന്നില്ല. എല്ലാ പടങ്ങളും ഒരു ഫാക്ടറിയിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വരുന്ന പോലത്തെ ഒരു ഫീലാണ്. ഇത് പാട്ട് കാണുവാണെങ്കിലും ഒരു ഐറ്റം സോങ് അതിനൊരു അവർക്ക് ഇങ്ങനെ ചെക്ക് ബോക്സ് ഉണ്ട്, അതിങ്ങനെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്ത് പോകുന്ന പോലെ ഉള്ള സംഭവങ്ങളെല്ലാം വേണം പടത്തിൽ. ഇപ്പം പടം പ്രൊമോട്ട് ചെയ്യാൻ ആദ്യം ട്രെയിലറും ടീസറും അല്ല ഇവർ ഇറക്കുന്നത്. ഇവർ ആദ്യം ഇറക്കുന്ന സോങ് ഇറക്കുന്നു, ആ സോങ് വൈറലാക്കുന്നു, അതിലൊരു ഹുക്കപ്പ് ഒരു ഹുക്ക് ഇത് കൊടുത്തു റീൽ ഇറക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ടീസർ ട്രെയിലർ വരുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പടം എടുക്കാൻ കാശ് തരാന്നുള്ള ലൈനാണ്. അതൊന്നും ഇവർക്ക് ഒരുപാട് ചിന്തിക്കൊന്നും വേണ്ട, നിങ്ങൾ എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് എന്ത് പരിപാടി അങ്ങനെ തല പോഞ്ഞ് എഴുതാനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. അത്രയും ബുദ്ധിയുള്ളവരെ വേണ്ട. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചധികം കാലമായിട്ട് വന്ന്
ഇപ്പം അവർക്ക് അതല്ലാതെ എങ്ങനെയാണ് പടം എഴുതേണ്ടതെന്ന് മറന്നു പോയി തോന്നുന്നു അവർക്ക് ഇപ്പോൾ ഉള്ള റൈറ്റേഴ്സിന്. പിന്നെ സംഭവിച്ചത് ഇപ്പം മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 90 കഴിഞ്ഞപ്പോഴത്തേക്കും മലയാള സിനിമ ഇതുപോലെ തന്നെ നശിച്ചു പോട്ടെ മലയാള സിനിമ എന്ന് പറയുന്നൊരു ആരും കാണാൻ താല്പര്യമില്ലാത്തൊരു സമയത്ത് ശോകം പടങ്ങൾ ഇറങ്ങിയ സമയം പിന്നെ ഒരു ടൈപ്പ് ഓഫ് പടങ്ങൾ ഇറങ്ങിയതിന് മിക്സ്ഡ് റിവ്യൂ ടു നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടായിരുന്നു. അതെന്ത് ന്യൂജൻ ഇങ്ങനെയല്ല നമ്മുടെ നാട്, ഇങ്ങനെയുള്ള നമ്മുടെ ആ ലൈൻ ഓഫ് സാധനം വന്നിട്ട് ഇപ്പം അതിനെ വേൾഡ് വൈഡ് പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ന്യൂജൻ ഇങ്ങനെ പോളിഷായി അതുപോലെ എന്തെങ്കിലും ഒരു കാലത്ത് ഇവർ തിരിച്ചു വരും. ഇവർ തിരിച്ചു വരും. അല്ല ചേട്ടാ, ഇവിടെ ഒരുപാട് നല്ല പടങ്ങൾ വരുന്നുണ്ട്. ഈ നല്ല പടങ്ങൾ അവിടെ ആൾക്കാർ സ്വീകരിക്കുന്നുമില്ല, നമ്മളിലേക്ക് ഇത് എത്തുന്നുമില്ല. നമ്മളിലേക്ക് ഈ സിനിമ എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയോ? ത്രൂ ഡിജിറ്റലില്ല. അപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ ഇവിടെ കുറച്ച് പേര് അതിനെ കണ്ട് പ്രശംസിച്ചാൽ പോലും അവിടെ ആ ഡയറക്ടറിനുൾപ്പെടെ അടുത്തൊരു പടം ചെയ്യാനോ ഒന്നിനും അവസരം ഇല്ലാത്ത രീതിയിലാണ് അവരുടെ സിറ്റുവേഷൻ. കാരണം കുറേ നല്ല കണ്ടന്റുകൾ അവരവിടെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് നമ്മളിവിടെ എത്തത്തുമില്ല. റിലീസും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അവിടെ ഉള്ള ആൾക്കാർക്ക് അതൊന്നും വേണ്ട. ഏതായാലും ഈ സിനിമ നമ്മൾ കാണാനുള്ള ചാൻസ് വളരെ 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 കുറവായിരിക്കും. പിന്നെ ഇതുപോലെ നമുക്ക് എപ്പോഴേലും ചുമ്മാ ഫണ്ടായിട്ടിരിക്കണം എന്നൊക്കെ തോന്നിക്കും. അല്ലല്ല, ഈ പടത്തിന് എങ്ങനെ പറയും, ഈ പടത്തിൻ്റെ റീലോഡ് റോസ്റ്റ് വരും, അല്ലെങ്കിൽ ഫിലിമി ഷെക്കിൻ്റെ റോസ്റ്റ് വരും. അതാണ് പടം. കപ്പലവരാതെന്ന് എന്ന് പറഞ്ഞ് പുള്ളി ഇടും. അതെ, കപ്പലവരാതെ കറക്റ്റാ, അതാ ടൈറ്റിൽ കേട്ടോ. ആ ടൈറ്റിലിൽ റീലോഡ് റോസ്റ്റോ അല്ലെങ്കിൽ ഫിലിമി ഷെക്കിൻ്റെയോ റോസ്റ്റ് വീഡിയോ വരുമ്പോൾ കാണാം. അതിനുള്ള പടം അതായിരിക്കും എനിക്കൊന്ന് പടത്തേക്കാൾ ഇൻട്രസ്റ്റിംഗ്. ഹൗസ്ഫുൾ 6 ഇറങ്ങുമ്പോൾ ഈ ചാനലുണ്ടെങ്കിൽ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാം എന്ന് പറയുന്നത്.